Good afternoon. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. In നമ്മൾ plant growth and development part 3 ആണ് ചെയ്യാൻ പോകുന്നത്. So we'll get into the short answer question. Fourth question വരെ ഇന്നലെ സോൾവ് ചെയ്തിരുന്നു. ഫിഫ്ത്ത് തൊട്ട് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യും. Short answer question number 5. Question ചോദിച്ചിരിക്കുന്നത് auxins are growth hormones capable of promoting cell elongation. They have been used in horticulture to promote growth, flowering, and rooting. Explain the meaning of the following terms related to auxins. അപ്പോൾ ഓക്സിൻസിനെ പറ്റി ഒരു ചെറിയ സമ്മറി കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മൾ സെൽ ഇലോങ്ങേഷന് കേപ്പബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ഹോർമോൺ ആണ്, ഹോർട്ടിക്കൾച്ചറിൽ യൂസ് ചെയ്യുന്നതാണ്. എന്തിന്? ടു പ്രൊമോട്ട് ഗ്രോത്ത്, ഫ്ലവറിംഗ് ആൻഡ് റൂട്ടിംഗ്. അപ്പോൾ നമ്മൾ താഴെ തന്നിരിക്കുന്ന ടേംസിന്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഓക്സിൻ പ്രിക്കേഴ്സേഴ്സ്, സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് ആന്റി ഓക്സിൻസ്, ആൻഡ് തേർഡ് ബീങ് സിന്തറ്റിക് ഓക്സിൻസ്. ഷോർട്ട് ആൻസർ ടൈപ്പില് ക്വസ്റ്റ്യൻ നമ്പർ 5. ഫസ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? ഓക്സിൻ പ്രിക്കേഴ്സേഴ്സ്. എന്താണ് ഓക്സിൻ പ്രിക്കേഴ്സേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നമുക്കറിയാം ഏതൊരു സബ്സ്റ്റൻസിന്റെയും പ്രിക്കേഴ്സർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ സബ്സ്റ്റൻസിന്റെ പ്രൊഡക്ഷന് തൊട്ട് മുമ്പുള്ള ഫോം ആയിരിക്കും പ്രിക്കേഴ്സേഴ്സ്. അപ്പോ ഈ പ്രിക്കേഴ്സേഴ്സ് എന്തായിരിക്കും? ദേ ക്യാൻ ഗെറ്റ് കൺവേർട്ടഡ് ടു എന്ത്? ഓക്സിൻ. ഓക്സിന്റെ പ്രിക്കേഴ്സർ എന്ന് പറഞ്ഞാൽ ഓക്സിൻ പ്രൊഡക്ഷൻ, എൻ പ്രോഡക്റ്റിന്റെ തൊട്ട് മുമ്പ് ഉണ്ടാവുന്ന പ്രോഡക്ട്സ് വിച്ച് ക്യാൻ ഗെറ്റ് കൺവേർട്ടഡ് ടു ഓക്സിൻസ് when it undergoes certain pathways. അപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും ഡെഫിനിഷൻ ആയിട്ട്? The compounds which get converted into auxins, compounds getting converted into auxins in certain biosynthetic pathways. Biosynthetic pathways എടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ചില പ്രിക്കേഴ്സേഴ്സ് വന്ന് അവർ ഫൈനലി ദേ ഗെറ്റ് കൺവേർട്ടഡ് ടു ഓക്സിൻസ്. അങ്ങനത്തെ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രിക്കേഴ്സർ ഓഫ് ഓക്സിൻ അല്ലെങ്കിൽ ഓക്സിൻ പ്രിക്കേഴ്സർ. ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഇസ് എൻ അരോമാറ്റിക് അമിനോ ആസിഡ്. ആൻഡ് ഈ ട്രിപ്റ്റോഫാൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഓക്സിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓക്സിന്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു. ദസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രിപ്റ്റോഫാൻ being an aromatic amino acid which takes part in the formation of auxin, we can call it an auxin precursor. So tryptophan is an auxin precursor because it takes part, ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്തില്? ഇൻ ദി ഫോർമേഷൻ അല്ലെങ്കിൽ സിന്തസിസ് ഓഫ് ഓക്സിൻ. ഫോർമേഷൻ ഓഫ് ഓക്സിനിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നമ്മൾ ട്രിപ്റ്റോഫാൻ എന്തെന്ന് വിളിച്ചു? ഓക്സിൻ പ്രിക്കേഴ്സർ എന്ന് വിളിച്ചു. ഇനി ട്രിപ്റ്റോഫാൻ നമുക്കറിയാം ഇറ്റ് ഇസ് എൻ aromatic amino acid. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഏത് അമിനോ ആസിഡ് ആണ് ഓക്സിൻ പ്രിക്കേഴ്സർ എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ട്രിപ്റ്റോഫാൻ എന്ന് ആൻസർ എഴുതാൻ പറ്റും. ഇനി സെക്കൻഡ് ടേം ചോദിച്ചിരിക്കുന്നത് എന്തിനായിരുന്നു? ആന്റി ഓക്സിൻസ് എന്താണെന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്, സബ് ഡിവിഷൻ ചോദിച്ചത്. എന്താണ് ഓക്സിൻ? ഓക്സിന്റെ എന്താണ് ആന്റി ഓക്സിൻ എന്ന് പറയുന്നത്? അഗെയിൻസ്റ്റ് ഓക്സിൻ. ടേം തന്നെ എടുത്തു നോക്കി നമുക്ക് മീനിങ് മനസ്സിലാവും. അഗെയിൻസ്റ്റ് ഓക്സിൻ എന്ന് പറഞ്ഞാൽ the substances which inhibit the action of auxins, അല്ലെങ്കിൽ നമ്മുടെ ഓക്സിന്റെ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ ആന്റി ഓക്സിൻ എന്ന് വിളിക്കും. അപ്പൊ കമ്പൗണ്ട്സ് ഇൻഹിബിറ്റിംഗ് ആക്ഷൻ ഓഫ് ഓക്സിൻ or those with interfere with the transport of auxin, interfere with transport of auxin. ഇനി എക്സാമ്പിൾ പറയാനാണെങ്കിൽ the substance 2,3,5 triiodobenzoic acid എന്ന് പറഞ്ഞൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. അതിന് നമ്മൾ TIBA എന്ന് വിളിക്കും, which is 2,3,5 triiodobenzoic acid. ഈ ട്രൈഐഡോബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത് ആന്റി ഓക്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി അതേപോലെ തന്നെ PCIB എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്, which is para-chlorophenoxy isobutyric acid. ഇതും എങ്ങനെയാണ്? ആന്റി ഓക്സിൻ ആയിട്ട് ആക്ട് ചെയ്യും. ഐദർ ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്റർഫിയർ വിത്ത് ദി ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിൻ. അപ്പോ ഓക്സിൻ പ്രിക്കേഴ്സറിന്റെ ഡെഫിനിഷൻ കണ്ടു, എക്സാമ്പിൾ കണ്ടു. ആന്റി ഓക്സിന്റെയും ഡെഫിനിഷൻ, എക്സാമ്പിൾ കണ്ടു. തേർഡ് ചോദിച്ചത് എന്താണ്? സിന്തറ്റിക് ഓക്സിൻ. സിന്തറ്റിക് ഓക്സിൻ എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള
chemicals which have auxin-like properties അല്ലെങ്കിൽ auxin-like functions അല്ലെങ്കിൽ activities. Artificially സിന്തറ്റിക് ആണ് ആർട്ടിഫിഷ്യൽ. ഇനി ഓക്സിനെ പോലത്തെ ഓക്സിന്റെ ഫങ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതേ പ്രോപ്പർട്ടീസ് ഉള്ള ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള കെമിക്കൽസ്. ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് കെമിക്കൽസ് ഹാവിംഗ് ഓക്സിൻ ലൈക്ക് പ്രോപ്പർട്ടീസ് ആൻഡ് ആക്ടിവിറ്റീസ്. എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഓക്സിന്റെ ഒരു സിന്തറ്റിക് ഓക്സിന്റെ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് നാഫ്തലീൻ അസറ്റിക് ആസിഡ് is an example for synthetic auxin. Second example വന്ന് 2,4-dichlorophenoxyacetic acid എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. 2,4-dichlorophenoxyacetic acid and വേറെ എക്സാമ്പിൾ വന്ന് 2,4,5-trichlorophenoxyacetic acid. ഇവരൊക്കെ എന്താണ് synthetic auxins ആണ് and they mimic auxin-like properties and are artificially synthesized. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്ന 3 ടേംസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾ. അത് അറിഞ്ഞിരിക്കുക. ട്രിപ്റ്റോഫാൻ എന്താണ്, അതിന്റെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഓക്സിൻ പ്രിക്കേഴ്സറിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് കണ്ടത്. അതേപോലെ ട്രൈ ഐഡോ ബെൻസോയിക് ആസിഡും പാരാക്ലോറോഫിനോക്സി ഐസോബ്യൂട്ടൈറിക് ആസിഡും ആന്റി ഓക്സിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് പഠിച്ചത്. സിന്തറ്റിക് ഓക്സിന്റെ എക്സാമ്പിൾ ആയിട്ട് നാഫ്തലീൻ അസറ്റിക് ആസിഡ് കണ്ടു, 2,4-dichlorophenoxyacetic ആസിഡ് കണ്ടു, അതേപോലെ 2,4,5-trichlorophenoxy അസറ്റിക് ആസിഡ് നമ്മൾ കണ്ടു. ഈ നാഫ്തലീൻ അസറ്റിക് ആസിഡ് NaA എന്നും പറയും. അപ്പൊ ഓപ്ഷനിൽ നിങ്ങൾക്ക് NaA കണ്ടാൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇസ് എ സിന്തറ്റിക് ഓക്സിൻ. ഇത്രയാണ് 5th ക്വസ്റ്റ്യൻ. ഇനി 6th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ റോൾ ഓഫ് എഥിലീൻ ആൻഡ് ആബ്സിസിക് ആസിഡ് ഇസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ്. അപ്പോ 2 പ്ലാന്റ് ഹോർമോൺസ് ആയ എഥിലീനും ആബ്സിസിക് ആസിഡും നമുക്കറിയാം പോസിറ്റീവ് ആയിട്ടുള്ള എഫക്ട്സും ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള എഫക്ട്സും ഉണ്ട്. ഇതിന്റെ എക്സാമ്പിളും കാര്യങ്ങളും പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യാനാണ് 6th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്തൊക്കെ റോൾസ് ഓഫ് എഥിലീൻ ആൻഡ് ഇറ്റ്സ് പോസിറ്റീവ് എഫക്ട് ആൻഡ് നെഗറ്റീവ് എഫക്ട്. എഥിലീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് അതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവില് എന്തൊക്കെ പറയാൻ പറ്റും? ഇറ്റ് ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സ്. പോസിറ്റീവില് നമുക്ക് പറയാം എന്താണ് ഇറ്റ് ഹേസ്റ്റൻസ് ദി റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്, റൈപ്പനിങ് ഫാസ്റ്റർ ആക്കും. പിന്നെ എഥിലീൻ എന്താണ് ചെയ്യുന്നത്? സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്സ് സീഡ് ഡോർമൻസി. പിന്നെ ജെർമിനേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം ഓൾറെഡി ഡിസ്കസ്ഡ് ആയിട്ടുള്ളതാണ് ആൻഡ് വലിയ ലോജിക് ഒന്നുമില്ല. അതിന്റെ ഫങ്ഷൻസ് എന്താന്ന് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതേ നിർത്തിയുള്ളൂ. പിന്നെന്താ ഡൈക്കോട്ട് സീഡ്ലിങ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? അപ്പൈക്കൽ ഹുക്ക് ഫോർമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും ആരാണ് ഉണ്ടാക്കുന്നത്? എഥിലീൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൈക്കൽ ഹുക്ക് ഫോർമേഷൻ. പിന്നെ ഫൈനലി റൂട്ട് ഹെയറിന്റെ ഫോർമേഷനും. ഞാൻ ഈ ചാപ്റ്ററിന്റെ ഡിസ്കഷനിൽ പറയുന്ന എല്ലാ ഫങ്ഷൻസും എല്ലാ ഓരോ ഹോർമോണിന്റെ താഴെയും പറഞ്ഞ ഓരോന്നും ഒരു ലിസ്റ്റ് പോലെ ഒരുമിച്ച് കമ്പൈൽ ചെയ്ത് എടുത്തു വെക്കുക ആൻഡ് വീണ്ടും വീണ്ടും വായിച്ചു പഠിക്കാം. നെഗറ്റീവ് എഫക്റ്റ് ആയി നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ഈസിലി റൈപ്പനിങ് കോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈസിലി സെനസൻസും ആബ്സിഷനും കോസ് ചെയ്യും. അപ്പൊ ഫാസ്റ്റർ സെനസൻസ് ആൻഡ് ആബ്സിഷൻ പ്രൊമോട്ട്സ് സെനസൻസ് ആൻഡ് ആബ്സിഷൻ ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. ഇനി ഇത്രയും എഥിലീന്റെ കാര്യത്തിൽ അറിഞ്ഞിരിക്കുക. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്, ബ്രേക്സ് സീഡ് ഡോർമൻസി, ജെർമിനേഷനിൽ എന്ത് ചെയ്യും? പിന്നെ ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഡൈക്കോട്ട് സീഡിംഗിൽ അപ്പൈക്കൽ ഹുക്ക് ഫോർമേഷൻ അതിന്റെ ആൻസർ എന്ത് തന്നെയായിരിക്കും? കീവേഡ് ആണ്. അതിന്റെ ആൻസർ എഥിലീൻ തന്നെ ആയിരിക്കും. പിന്നെ ഇത് ലോജിക്കലി ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി ആബ്സിസിക് ആസിഡ് ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ് പാർട്ടായിട്ട്. ആബ്സിസിക് ആസിഡ് എന്താണ്? ആബ്സിസിക് ആസിഡ് ഇറ്റ് ഇസ് എ സ്ട്രെസ് ഹോർമോൺ. സ്ട്രെസ് ഹോർമോൺ ആണ് ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ എ ഗ്രോത്ത് ഇൻഹിബിറ്റർ. ഇത്രയൊക്കെ ആണെങ്കിലും എന്താണ് അതിനും പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും എഫക്ട്സ് സെപ്പറേറ്റ്ലി ഉണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് എഫക്ട് എന്ത് പറയാൻ പറ്റും? നമുക്കറിയാം സ്ട്രെസ് ഹോർമോൺ ആണ്. അപ്പോൾ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിൽ എന്ത് ചെയ്യും? ഹെൽപ്പിംഗ് ദ പ്ലാന്റ്സ് ടു ബി ടോളറേറ്റിംഗ് ഓൾ ദി എൻവയൺമെന്റൽ അഡ്വേഴ്സിറ്റീസ്. അത് ആര് ഹെൽപ്പ് ചെയ്യുന്നതാണ്? ആബ്സിസിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻക്രീസസ്
ടോളറൻസ്. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഇൻക്രീസസ് ടോളറൻസ് ഓഫ് പ്ലാന്റ്സ് ടു വേരിയസ് കൈൻഡ്സ് ഓഫ് സ്ട്രെസ്സസ്. എക്സാമ്പിൾ നമുക്കറിയാം എന്താണ്, സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നു, സ്റ്റൊമേറ്റൽ ക്ലോഷറിന് ട്രിഗർ ചെയ്യുന്നു. അതൊരു ടോളറൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആയിട്ട് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് അഗെയിൻ ഇൻഡ്യൂസസ് സീഡ് ഡോർമൻസി. സീഡ് ഡോർമൻസി ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഡോർമെന്റ് ആയിട്ട് നിൽക്കുമ്പോൾ എന്ത് പറ്റും, ഇറ്റ് ഹെൽപ്സ് ടു വിത്ത്സ്റ്റാൻഡ് ഡെസിക്കേഷൻ. ഹെൽപ്സ് ടു വിത്ത്സ്റ്റാൻഡ് ഡെസിക്കേഷൻ അല്ലെങ്കിൽ ഡ്രൈയിങ് അപ്പ്. ഡെസിക്കേഷൻ ആൻഡ് ഡ്രൈയിങ് അപ്പ്. അപ്പോൾ ആബ്സിസിക് ആസിഡിന്റെ രണ്ട് ഇത് കണ്ടത്, ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു ടോളറൻസ്, അതേപോലെ സീഡ് ഡോർമൻസി ഇൻഡ്യൂസ് ചെയ്യുന്നു, ഹെൽപ്പിംഗ് the plants to withstand stressful അല്ലെങ്കിൽ desiccating conditions. നെഗറ്റീവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ, മെയിൻ പോയിന്റ് it is mainly a growth inhibitor. അപ്പോൾ inhibits plant growth. and second point എന്ന് പറയാൻ പറ്റും inhibitor of plant metabolism. അപ്പോൾ ആബ്സിസിക് ആസിഡിന്റെ ടോളറൻസും സീഡ് ഡോർമൻസി ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് പോസിറ്റീവ്ലിയും നെഗറ്റീവ്ലി പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ പ്ലാന്റ് മെറ്റബോളിസം ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഈ എക്സാമ്പിളും കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ ഇസ് കംപ്ലീറ്റഡ്. ഇനി ചെയ്യുന്ന ഏതാ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെവൻത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വൈൽ എക്സ്പെരിമെന്റേഷൻ why do you think it is difficult to assign any effect seen to any single hormone? അപ്പൊ എക്സ്പെരിമെന്റലി നമ്മൾ എന്താ ഓരോ ഹോർമോണിന്റെ സെപ്പറേറ്റ്ലി പഠിക്കാൻ നിന്നാലും പറ്റില്ല. കാരണം എന്താ, ദ സെയിം എഫക്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ മൾട്ടിപ്പിൾ ഹോർമോൺസ്. അതേപോലെ തന്നെ ഒരു ഹോർമോണിന് പല എഫക്റ്റും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, നമുക്ക് ഈസിലി ഒരു ഹോർമോണിന്റെ ഇന്ന എഫക്റ്റ് ആണ് അല്ലെങ്കിൽ ഈ എഫക്ട് ക്യാൻ ഓൺലി ബി ആട്രിബ്യൂട്ടഡ് ടു ദിസ് പെർട്ടിക്കുലർ ഹോർമോൺ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ എന്തായിരിക്കും, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അസൈൻ എനി എഫക്ട് ടു എനി സിംഗിൾ ഹോർമോൺ. അപ്പൊ വൈ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് ടേംസിൽ പറയാൻ പറ്റും ഇതിന്റെ ആൻസർ? നമുക്കറിയാം ഹോർമോൺസിന്, പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസിന് സൈനർജിസ്റ്റിക്കും ആന്റഗോണിസ്റ്റിക്കും ആക്ഷൻ ഉണ്ട്. അപ്പോ ഒരേ സെയിം ഫിസിയോളജിക്കൽ എഫക്റ്റിന് എന്തുണ്ടാക്കും, ആന്റഗോണിസ്റ്റിക് ആക്ഷനിൽ ഓപ്പോസിറ്റ് ആക്ഷൻ കാണിക്കുന്ന ഹോർമോൺസും ഉണ്ട്, ആൻഡ് സെയിം ആക്ഷൻ കാണിക്കുന്ന സൈനർജിസ്റ്റിക്കലി ആക്ട് ചെയ്യുന്ന ഹോർമോൺസും ഉണ്ട്. അപ്പൊ എന്ത് പറ്റും, ഒരു മോസ്റ്റ്ലി പ്ലാന്റ്സിലുള്ള എല്ലാ ഫിസിയോളജിക്കൽ പ്രോസസ്സും എടുത്ത് നോക്കിയാൽ എന്തായിരിക്കും, അതിന്റെ പാർട്ടായിട്ട് നമുക്ക് അതിന്റെ കോസ് ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ബയോകെമിക്കൽ പാത്വേസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ മൾട്ടിപ്പിൾ ബയോകെമിക്കൽ പാത്വേസിലും ഒരു സിംഗിൾ ഹോർമോൺ ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത്, ഇൻവോൾവ് ആവുന്നത്, ഡിഫറെന്റ് ഹോർമോൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, ഹാവ് സൈനർജിസ്റ്റിക് ആൻഡ് ആന്റഗോണിസ്റ്റിക് ആക്ഷൻ. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ത് പറയാൻ പറ്റും, മോസ്റ്റ് ഓഫ് ദി ഫിസിയോളജിക്കൽ പ്രോസസ് ഇൻ പ്ലാന്റ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഏതൊക്കെ ആയിരിക്കും, മൾട്ടിപ്പിൾ പാത്വേസ് ആയിരിക്കും. ആൻഡ് ഈ മൾട്ടിപ്പിൾ പാത്വേസിൽ എങ്ങനെയായിരിക്കും, ഇൻ വിച്ച് ഡിഫറെന്റ് ഹോർമോൺസ് പാർട്ടിസിപ്പേറ്റ്. അപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ ഹോർമോണിന്റെ ആണെന്ന് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഇത്രയും പറഞ്ഞ് നിങ്ങൾ എന്ത് പറയണം, എന്താണ് സിനർജിസ്റ്റിക് എഫക്ട്, എന്താണ് ആന്റഗോണിസ്റ്റിക് ആക്ഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. എന്താണ് സിനർജിസ്റ്റിക് എഫക്ട് എന്ന് പറഞ്ഞാല്, മൾട്ടിപ്പിൾ ഹോർമോൺസ് ടുഗെദർ പ്രൊഡ്യൂസ് ദ സെയിം എഫക്ട് ബൈ മൾട്ടിപ്പിൾ ഹോർമോൺസ്. എക്സാമ്പിൾ എന്ത് പറയാൻ പറ്റും, സിനർജിസ്റ്റിക് എഫക്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ് ഫ്ലവറിംഗിൽ എഥിലീനും ഓക്സിനും എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഫ്ലവറിംഗ് എഥിലീൻ ഉണ്ട്, ഓക്സിനും ഉണ്ട്, എന്താവും, ദേ ഹാവ് സിനർജിസ്റ്റിക് എഫക്ട്സ് ഓൺ ഫ്ലവറിംഗ്. അതായത് രണ്ടും ഫ്ലവറിംഗിന് ഇനീഷ്യേറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. അതേപോലെ തന്നെ ഇന്നലെ പറഞ്ഞ വേറൊരു എക്സാമ്പിൾ ആണ് എന്ത്, സിനർജിസ്റ്റിക് എഫക്റ്റിന് ഷൂട്ട് സ്റ്റെം സെൽ നീഷ്. ഇതിന് ഏത് രണ്ട് ഹോർമോൺസ് ആണ് ആക്ട് ചെയ്യുന്നത്, ഓക്സിനും സൈറ്റോകൈനിനും സിനർജിസ്റ്റിക്കലി ആക്ട് ചെയ്യുന്നതാണ് ഇൻ പ്രൊമോട്ടിംഗ് ഷൂട്ട് സ്റ്റെം സെൽ നീഷ്. ഇപ്പോ സിനർജിസ്റ്റിക്കിന്റെ എഫക്ട് എന്താണെന്ന് പറയാം, അതിന്റെ എക്സാമ്പിൾ രണ്ടെണ്ണം, ആൻഡ് ഈ എക്സാമ്പിൾസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഹോർമോൺസ് ഏതാണെന്നും പറയാം. ഇനി ആന്റഗോണിസ്റ്റിക് ആക്ഷൻ എങ്ങനെ പറയാൻ പറ്റും, ഹോർമോൺസ് ആക്ട് ഓൺ സെയിം പ്ലാന്റ് പാർട്ട്
ബട്ട് അവരുടെ ആക്ഷൻ എങ്ങനെയായിരിക്കും? വിത്ത് ഓപ്പോസിറ്റ് ആക്ഷൻ അല്ലെങ്കിൽ വിത്ത് ഓപ്പോസിറ്റ് എഫക്ട്സ്. എക്സാമ്പിൾ അഗൈൻ എന്തായിരിക്കും? മോസ്റ്റ് കോമൺ എക്സാമ്പിൾ അപ്പൈക്കൽ ഡോമിനൻസ്. അപ്പൈക്കൽ ഡോമിനൻസിന് ഹെൽപ്പ് ചെയ്യുന്ന, പോസിറ്റീവ്ലി ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിൻ ആണ്. പക്ഷെ അത് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സൈറ്റോകൈനിൻ ആണ്. അതേപോലെ തന്നെയാണ് ഏത് എക്സാമ്പിൾ? സീ ഡോർമൻസി എടുത്തു നോക്കിയാൽ, സീ ഡോർമൻസി പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പോസിറ്റീവ്ലി അഫക്ട് ചെയ്യുന്നത് ആരാണ്? ആബ്സിസിക് ആസിഡ്. പക്ഷെ സീ ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നത് ആരാണ്? ഗിബറലിക് ആസിഡ്. അപ്പൊ ആദ്യം നമ്മൾ സൈനർജിസ്റ്റിക് ആക്ഷൻ പഠിച്ചു, ഇപ്പൊ നമ്മൾ ആന്റഗോണിസ്റ്റിക് ആക്ഷൻ പഠിച്ചു. ആന്റഗോണിസ്റ്റിക് ആക്ഷൻ കാരണം സെയിം പ്ലാന്റ് പാർട്ടില് ഓപ്പോസിറ്റ് എഫക്റ്റ് കാണും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ അപ്പൈക്കൽ ഡോമിനൻസ് ആൻഡ് സീ ഡോർമൻസി. ആൻഡ് ഓരോന്നിനും ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് സൈനർജിസ്റ്റിക്കും ആന്റഗോണിസ്റ്റിക്കും ആക്ഷൻ ഉള്ളതുകൊണ്ട് ഒരൊറ്റ ഫംഗ്ഷൻ ഈ ഒരൊറ്റ ഹോർമോൺ മാത്രമേ ചെയ്യുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഓഫ് ദി മൾട്ടിപ്പിൾ ബയോകെമിക്കൽ പാത്വേസ് ഇൻവോൾവ് വിച്ച് ഹാവ് മൾട്ടിപ്പിൾ ഹോർമോൺസ് പാർട്ടിസിപ്പേറ്റിംഗ്. ഇത്രയാണ് 7th ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 8th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ദ മെക്കാനിസം underlying the phenomenon by which terminal or apical bud suppresses the growth of lateral buds? Suggest measures to overcome this phenomenon. ഇത് ഓൾറെഡി ഡിസ്കസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഈ ടെർമിനൽ അല്ലെങ്കിൽ അപ്പൈക്കൽ ബഡ് കാരണം ലേറ്ററൽ ബഡ്സിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റഡ് ആവുന്ന ഫിനോമിനാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? അപ്പൈക്കൽ ഡോമിനൻസ്. അപ്പൈക്കൽ ഡോമിനൻസ് കാരണം പ്ലാന്റിന്റെ അപ്പെക്സ് അപ്പൈക്കൽ പാർട്ടിൽ നിന്ന് എന്ത് റിലീസ് ആവാണ്? ഓക്സിൻ റിലീസ്ഡ് ആവാണ്. ആൻഡ് ഈ ഓക്സിൻ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും ലേറ്ററൽ ബഡ്സിനെ ഫ്രം ഗ്രോയിങ്. ആൻഡ് ഇത് ഓവർകം ചെയ്യാൻ എന്ത് കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നമ്മൾ അപ്പൈക്കൽ ഡോമിനൻസ് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്? സൈറ്റോകൈനിൻ. ഇനി ഒന്നിക്കിൽ സൈറ്റോകൈനിൻ കൊടുക്കുക അല്ലെങ്കിൽ അപ്പെക്സിലെ ഓക്സിൻ പ്രൊഡക്ഷനെ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുക. അതെങ്ങനെ? ബൈ ട്രിമ്മിങ്. അതും ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ട്രിമ്മിങ് ദ ബുഷസ്. ട്രിം ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഓക്സിൻ കണ്ടെയ്നിങ് അപ്പെക്സ് റിമൂവ്ഡ് ആവും. റിമൂവൽ ഓഫ് ഓക്സിൻ കോസസ് ഹെൽപ്സ് ലാറ്ററൽ ബഡ്സ് ടു ഗ്രോ ആൻഡ് ഗിവിംഗ് ഇറ്റ് എ ഷേപ്പ്. അങ്ങനെയാണ് നമ്മൾ ട്രിമ്മിങ്ങിന്റെ ഫണ്ടമെന്റൽ ബേസിസ് പഠിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. എന്താണ്? പ്രോസസ് അപ്പൈക്കൽ ഡോമിനൻസ് വിത്ത് കാരണക്കാരൻ ഓക്സിൻ ഓവർകം ചെയ്യുന്നത് സൈറ്റോകൈനിൻ ഓർ ട്രിമ്മിങ്. ഇനി 9th ക്വസ്റ്റ്യൻ. In animals, there are special glands secreting hormones, whereas there are no glands in plants. Where are plant hormones formed? How are the hormones translocated to the site of activity എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ആനിമൽസിലെ അല്ലെങ്കിൽ ഹ്യൂമൻസിലെ നമ്മുടെ ബോഡിയിൽ കാണുന്ന സ്പെഷ്യൽ ഗ്ലാൻഡ് ഒന്നും സെക്രീറ്റ് ചെയ്യുന്നതല്ല ഹോർമോൺസ്. പ്ലാന്റ് ഹോർമോൺസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, പ്ലാന്റ്സ് എപ്പോഴാണ് ഹോർമോൺസ് സിന്തസൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആസ് ആൻഡ് വെൻ ദേ ആർ റിക്വയർഡ് അല്ലെങ്കിൽ നീഡഡ്. ആൻഡ് നമുക്കറിയാം പെർട്ടിക്കുലർ പ്ലാന്റ് പാർട്ടിൽ പ്രൊഡക്ഷൻ നടക്കുന്ന ഹോർമോൺസ് നമ്മൾ ആകെ പഠിച്ചത് ഏതാ? ഓക്സിൻ വിച്ച് സിന്തസൈസ്ഡ് ഇൻ ഷൂട്ട് അപ്പെക്സ്. അപ്പൊ അപ്പെക്സിൽ കാണുന്ന ഓക്സിൻ ആണ് എന്താണ്? വൺ ഓഫ് ദി എക്സാമ്പിൾ വേർ ഹോർമോൺസ് ആർ സെക്രീറ്റഡ് ബൈ എ പെർട്ടിക്കുലർ പ്ലാന്റ് പാർട്ട്. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ്? ഗ്രാജുവലി റിലീസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നമുക്ക് ഓക്സിന്റെ കേസ് എടുത്താല് ഓക്സിൻ എങ്ങനെയാണ്? ഗ്രോയിങ് ഷൂട്ട് അപ്പൈസസ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി എഥിലീൻ എടുത്ത് നോക്കിയാൽ എന്താണ്? ഇറ്റ് ഈസ് എമിറ്റഡ് ബൈ ദി റൈപ്പൻഡ് ഫ്രൂട്ട്സ്. റൈപ്പൻഡ് ഫ്രൂട്ട്സ് നമുക്കറിയാം നമ്മുടെ വീട്ടില് പഴുത്ത ഫ്രൂട്ട്സും പഴുക്കാത്ത ഫ്രൂട്ട്സും ഒരുമിച്ച് വെച്ചാൽ എന്ത് പറ്റും? പഴുക്കാത്ത ഫ്രൂട്ട്സും പെട്ടെന്ന് റൈപ്പൻഡ് ആവും. ഇറ്റ് ഈസ് ബിക്കോസ് എന്താണ്? റൈപ്പൻഡ് ആയ ഫ്രൂട്ട്സിൽ ഓൾറെഡി ഗേഷ്യസ് ആയിട്ടുള്ള എഥിലീൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ഉണ്ടാക്കും. അപ്പോൾ നിയർ ബൈ അടുത്ത് തന്നെ നമ്മൾ പഴുക്കാത്ത അൺറൈപ്പൻഡ് ഫ്രൂട്ട്സ് വെച്ചാൽ അതും പതുക്കെ റൈപ്പ് ആവും ബിക്കോസ് ഓഫ് ദിസ് ഗേഷ്യസ് ഹോർമോൺ എഥിലീൻ. ഇനി സൈറ്റോകൈനിൻ ആണ് വേണ്ടതെങ്കിൽ നമുക്കറിയാം സൈറ്റോകൈനിൻ എന്താണ്? സെൽ ഡിവിഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ സൈറ്റോകൈനിൻ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എവിടെ നോക്കണം? ഡിവൈഡിങ് സെൽസിൽ നോക്കണം. ആൻഡ് നമുക്ക് ആനിമൽസ് നമുക്കറിയാം എങ്ങനെയാണ്? ദേ ആർ മോർ അഡ്വാൻസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ദാൻ പ്ലാന്റ്സ്. അതുകൊണ്ടാണ് അവർക്ക് സെപ്പറേറ്റ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ ഗ്ലാൻസും ഓർഗൻസും ഒക്കെ ഉള്ളത്. ഇനി ഇവരെങ്ങനെയാണ് ട്രാൻസ്പോർട്ടഡ്? ഹൗ ആർ ദേ ട്രാൻസ്പോർട്ടഡ് എന്നുള്ള ക്വസ്റ്റ്യന് എന്ത് പറയാൻ പറ്റും? ട്രാൻസ്പോർട്ട് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ.
പ്ലാന്റ്സിൽ എങ്ങനെയായിരിക്കും നടക്കുന്നത്? വയ സൈലം ആൻഡ് ഫ്ലോയം. അപ്പോ സിന്തസൈസ്ഡ് ആയിട്ടുള്ള സിന്തസൈസ്ഡ് റീജിയൻ നമ്മൾ ഓരോന്ന് ഡിസ്കസ് ചെയ്തു. അവിടുന്ന് സൈലം ആൻഡ് ഫ്ലോയം വഴി അവരെങ്ങനെ ട്രാൻസ്ലൊക്കേറ്റഡ് ആയി they reach the site of activity. ഇത്രയാണ് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. 9th ക്വസ്റ്റ്യൻ. ഇനി 10th ക്വസ്റ്റ്യൻ ചോദിച്ചത് many discoveries in science have been accidental. അങ്ങനെയുള്ള ആക്സിഡന്റൽ ഡിസ്കവറിക്ക് ഒരു പേരുണ്ട്, which is എന്താണ് അങ്ങനത്തെ ആക്സിഡന്റൽ ഡിസ്കവറിക്ക് വിളിക്കുന്നത്? സെറൻഡിപിറ്റി. ആക്സിഡന്റൽ ഡിസ്കവറീസ് ആർ കോൾഡ് സെറൻഡിപിറ്റി. ഇനി this is true for plant hormones also. കാരണം എന്താ? Many of the plant hormones are also discovered by accident. അല്ലാണ്ട് ഇന്റൻഷൻ വെച്ച് എന്ത് ചെയ്തല്ല, ഡിസ്കവർ ചെയ്തതല്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, can you justify the statement by giving an example? Also, what term is used for such accidental findings? അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. The term used for accidental findings ആണ് serendipity. ഇനി ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് we can just take the example of ഓക്സിന്റെ ഡിസ്കവറി. ഓക്സിൻ ഡിസ്കവറി ആരാണ് നടത്തിയതെന്ന് ഒന്നാമത്തെ പോയിന്റ്. ചാൾസ് ഡാർവിൻ ആൻഡ് അയാളുടെ സൺ ആയിട്ടുള്ള ഫ്രാൻസിസ് ഡാർവിൻ. ചാൾസ് ഡാർവിനും ഫ്രാൻസിസ് ഡാർവിനും എന്ത് ഒബ്സർവ് ചെയ്തു? അവര് കാനറി ഗ്രാസ് ഒബ്സർവ് ചെയ്തു. ഇതൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യന് ചോദിക്കാവുന്നതുള്ളൂ. ഏത് പ്ലാന്റിലാണ് അവർ വർക്ക് ചെയ്തത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തത്. അപ്പൊ കാനറി ഗ്രാസ് ഒബ്സർവ് ചെയ്തപ്പോ അവരുടെ കോളിയോപ്റ്റൈൽസ് എന്ത് ചെയ്യുന്നതാണ് അവർ കണ്ടുപിടിച്ചത്? they moved to the direction of light source. they showed phototropism. ആ മൂവിങ് ടു ദി ഡിറക്ഷൻ ഓഫ് ലൈറ്റ് സോഴ്സിനെ എന്തെന്ന് വിളിക്കുന്നത്? ഫോട്ടോട്രോപ്പിസം, which can be both negative and positive. ഇവരിവിടെ പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ് ഒബ്സർവ് ചെയ്തത്. ഇനി ഇത് കഴിഞ്ഞ് 1926 ഫ്രിറ്റ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് ഒരു എക്സ്പെരിമെന്റ് പെർഫോം ചെയ്തു ഓൺ ഓട്സ് പ്ലാന്റ്. ആൻഡ് ഈ ഓട്സ് പ്ലാന്റിൽ പെർഫോം ചെയ്ത എക്സ്പെരിമെന്റ് ആണ് എന്തിന്റെ ഡിസ്കവറിയിലേക്ക് നയിച്ചത്? ദ കെമിക്കൽ റെസ്പോൺസിബിൾ ഫോർ bending plants towards light. അപ്പൊ അവര് ഇത് എങ്ങനെയാണ് ചെയ്തതെന്നും കൂടി ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ്? ആദ്യം അവരൊരു ഇന്റാക്ട് ആയിട്ടുള്ള സീഡ്ലിങ്ങിനെ എടുത്ത് ഒബ്സർവ് ചെയ്തു. ആൻഡ് ഇന്റാക്ട് ആയിട്ടുള്ള സീഡ്ലിംഗ് ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അതിനൊരു ചെറിയ കർവേച്ചർ ഉണ്ടെന്ന് മനസ്സിലായി. ആൻഡ് അവർ നെക്സ്റ്റ് പ്രാവശ്യം എന്താണ് ചെയ്തത്? അതിന്റെ ടിപ്പ് അവർ കട്ട് ചെയ്തു. ടിപ്പ് കട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ദിസ്, അല്ലെങ്കിൽ ഓക്സിൻ ആണ് ഇവിടെ ഡിസ്കവർ ചെയ്തത്, അല്ലെങ്കിൽ ഓക്സിൻ ആണ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കർവേച്ചർ അല്ലെങ്കിൽ ബെൻഡിങ് ടുവേർഡ്സ് ദി ലൈറ്റിന്റെ ഡിറക്ഷൻ. അത് കട്ട് ചെയ്തു. ഓക്സിൻ റിമൂവ് ചെയ്തപ്പോൾ എന്ത് പറ്റി? അതില് അവർക്ക് നോ കർവേച്ചർ എന്ന് മനസ്സിലായി. അപ്പൊ കർവേച്ചർ കാണാൻ പറ്റുന്നില്ല. ആൻഡ് നെക്സ്റ്റ് തിങ് അവരെന്താണ് ചെയ്തത്? ഇതേപോലെ ഒരു ഇന്റാക്ട് ആയിട്ടുള്ള സീഡ്ലിങ്ങിൽ ഒരു ഒപ്പേക്ക് കപ്പ് വെച്ചു. അപ്പൊ ഒപ്പേക്ക് കപ്പ് വെച്ചപ്പോ എന്ത് പറ്റി? ഓക്സിൻ സിന്തസൈസ് ആണ്, ബട്ട് ദേ കാൺട് റെസ്പോൺസ് ടു ദി സൺലൈറ്റ്. അപ്പോഴും അവരെന്ത് ചെയ്തു? നോ കർവേച്ചർ. ഇനി അവരടുത്ത് ചെയ്ത് എന്താ? അഗെയിൻ ഒരു ഇന്റാക്ട് സീഡ്ലിംഗ് എടുത്ത് അതിലൊരു ട്രാൻസ്പെറന്റ് ക്യാപ്പ് വെച്ചു. ട്രാൻസ്പെറന്റ് ക്യാപ്പ് വെച്ചപ്പോ എന്താ? ഇവിടെ ഓക്സിനും ഉണ്ട്, എന്ത് പറ്റി? അവർക്ക് സൺലൈറ്റിന് റെസ്പോൺസും കാണിക്കാൻ പറ്റി. അപ്പൊ അവർക്ക് കർവേച്ചർ ഉണ്ടെന്ന് മനസ്സിലായി. ഇങ്ങനെയാണ് അവർ എന്ത് ഡിസ്കവർ ചെയ്തത്? ദ മെക്കാനിസം അല്ലെങ്കിൽ കെമിക്കൽ റെസ്പോൺസിബിൾ ഫോർ ബെൻഡിങ് പ്ലാന്റ്സ് ടുവേർഡ്സ് ദി ലൈറ്റ്. ഇത് ഇത്രയും ഓക്സിൻ ഡിസ്കവറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഗിബറലിൻ ഡിസ്കവറി. ഗിബറലിൻ ഡിസ്കവറി ആദ്യം റിപ്പോർട്ട് ചെയ്തത് ആരാണ്? അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കുറോസവ. അയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് അയാള് റൈസ് സീഡ്ലിങ്സ് എടുത്ത് ആൻഡ് ഹി മേഡ് ഷുവർ ദാറ്റ് അതെന്താണ്? അൺഇൻഫെക്റ്റഡ് നോർമൽ ആയിട്ടുള്ള റൈസ് സീഡ്ലിങ്സ് ആണ്. ആൻഡ് ഈ റൈസ് സീഡ്ലിങ്സിലേക്ക് അയാൾ എന്തിട്ട് കൊടുത്തു? ഫംഗൽ പാത്തജൻ ആയിട്ടുള്ള ഗിബറെല്ല ഫ്യൂജിക്കുറോ ഇട്ട് വെച്ചു. ആൻഡ് അയാള് ഒബ്സർവ് ചെയ്തപ്പോൾ അയാൾ എന്ത് മനസ്സിലാക്കി? ഇത് ഇൻഫെക്ഷൻ നടന്നു. അയാള് ഹി മേഡ് ഷുവർ ദാറ്റ് ഇൻഫെക്ഷൻ ഇസ് പ്രൊസീഡഡ് വിത്ത്. ആൻഡ് ഇൻഫെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അയാൾക്ക് എന്ത് മനസ്സിലായി? അവര് ഫൂളിഷ് റൈസ് സീഡ്ലിങ്സ് അവരതിനെ വിളിച്ചു. കാരണം എന്താ? അവരുടെ ഇലോങ്ങേഷൻ നടന്നു, പക്ഷെ ദേ കാൺട് പ്രൊഡ്യൂസ് സീഡ്സ്. റീപ്രൊഡക്ഷൻ പറ്റില്ല, പക്ഷെ ഇലോങ്ങേഷനും അബ്നോർമൽ ഗ്രോത്തും കാണിക്കാനും തുടങ്ങി. ഇങ്ങനെയാണ് എന്ത് ഡിസ്കവർ ചെയ്തത്? ഗിബറലിൻ ഡിസ്കവർ ചെയ്തത്.
അപ്പൊ ഓക്സിന്റെ ഡിസ്കവറിയും ഗിബറലിന്റെ ഡിസ്കവറിയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആ ടേം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ആൻസർ സെറൻഡിപ്പിറ്റി ആണെന്നും അറിഞ്ഞിരിക്കുക. ഇനി 11th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് to get a carpet like grass lawns are moved to get a carpet like grass lawns are moved regularly. Is there any scientific explanation for this? ഇതും അഗൈൻ സെയിം ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് മൂവിങ് ഓഫ് ലോൺസ് നമ്മൾ ചെയ്യുന്നത്? എന്താണ് നമുക്കറിയാം, ലോൺസ് എപ്പോഴും ലോൺ മൂവർ വെച്ച് നമ്മൾ ട്രിം ചെയ്യുന്ന നമ്മൾ എപ്പോഴും കാണുന്നതാണ് വേർ ലോൺസ് ആർ പ്രസന്റ്. അപ്പൊ അവർ എന്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്? മൂവിങ് എന്ന് പറയുന്ന പ്രോസസ് എന്തിനെ ഹെൽപ്പ് ചെയ്തു? റിമൂവ്സ് അപ്പൈക്കൽ ബഡ്സ്. അതായത് ട്രിം ചെയ്യുമ്പോൾ അപ്പൈക്കൽ ആയിട്ടുള്ള ബഡ്സ് ആർ ബീങ് റിമൂവ്ഡ്. അപ്പൊ റിമൂവ് ചെയ്താൽ അവർക്ക് എന്ത് പറ്റും? ഡിക്രീസ്ഡ് ഓക്സിൻ സിന്തസിസ്, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിൻ ആണ് അവർ ആക്ച്വലി നടക്കുന്നത്. ദിസ് പ്രൊമോട്ട്സ് ദി ഗ്രോത്ത് ഓഫ് ലേറ്ററൽ ബഡ്സ്. അപ്പൊ അങ്ങനെ ലേറ്ററൽ ബഡ്സ് ഉണ്ടായാൽ അവർക്ക് എന്ത് കിട്ടും? ലോണിന് ഒരു കാർപ്പറ്റ് ലൈക്ക് അപ്പിയറൻസ് കിട്ടും, വിച്ച് ഇസ് എസ്തെറ്റിക്കലി പ്ലീസിങ്. അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റിന്റെയും സയന്റിഫിക് എക്സ്പ്ലനേഷൻ. ഇത് സെക്കൻഡ് ടൈം റിപ്പീറ്റ് ആവുന്ന ക്വസ്റ്റൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. സയന്റിഫിക് എക്സ്പ്ലനേഷൻ ആ ടേമും കൂടി ഇവിടെ പറയണം. എന്താണ്? അപ്പൈക്കൽ ഡോമിനൻസ് ഓവർകം ചെയ്യാനാണ് റെഗുലർ മൂവിങ് ഓഫ് ഗ്രാസ് ലോൺസ് ചെയ്യുന്നത്. ഇത്രയാണ് 11th ക്വസ്റ്റൻ ആൻസർ. ഈസി ആണ്, ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഇനി 12th ക്വസ്റ്റൻ. In a slide showing different types of cells, can you identify which type of cell may be meristematic and the one which is incapable of dividing and how? അപ്പൊ അതിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. മെരിസ്റ്റമാറ്റിക് സെൽസിന്റെ എങ്ങനെയായിരിക്കും ഒരു ടേബിൾ വരക്കാം. മെരിസ്റ്റമാറ്റിക് സെൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇൻകേപ്പബിൾ ഓഫ് സെൽസ് ഇൻകേപ്പബിൾ ഓഫ് ഡിവിഷന്റെ ക്യാരക്ടറിസ്റ്റിക്സും. ഇൻകേപ്പബിൾ ഓഫ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പെർമനന്റ് സെൽസ്. രണ്ടിന്റെയും ക്യാരക്ടറിസ്റ്റിക്സിന് ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സ്റ്റിൽ ഞാൻ പറയാം, മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെ വാൾ എങ്ങനെയായിരിക്കും? നമ്മൾ ഇന്നലെ ഒരു ഡയഗ്രാം ഒക്കെ വെച്ച് ഡിസ്കസ് ചെയ്താണ്. അതിന്റെ വാൾ എന്ന് പറയുന്നത് തിൻ സെല്ലുലോസിക് സെൽ വാൾ ആയിരിക്കും. അവരുടെ ന്യൂക്ലിയസ് എങ്ങനെയായിരിക്കും? ലാർജ് ന്യൂക്ലിയസ് ആയിരിക്കും. ഇനി ന്യൂക്ലിയസ് കഴിഞ്ഞാൽ അവരുടെ പ്രോട്ടോപ്ലാസം എങ്ങനെയായിരിക്കും? അബണ്ടന്റ് പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ഡെൻസ് സൈറ്റോപ്ലാസം നമുക്ക് പറയാൻ പറ്റും. ആൻഡ് അടുത്തുള്ള സെല്ലുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയായിരിക്കും? ന്യൂമറസ് പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻസ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഇന്റർ സെല്ലുലാർ സ്പേസ് എങ്ങനെയായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. നോ ഇന്റർ സെല്ലുലാർ സ്പേസ്. ഇത്രയാണ് എന്തിന്റെ മെരിസ്റ്റമാറ്റിക് സെൽസിന്റെ ഒബ്സർവബിൾ ഫീച്ചേഴ്സ്. ഇനി പെർമനന്റ് സെൽസ് എടുത്ത് നോക്കിയാല് അവർക്ക് എങ്ങനെയാണ്? ദേ ഹാവ് എ പെർമനന്റ്, ഏത് പീരീഡ് ഓഫ് ടൈമിൽ ഒബ്സർവ് ചെയ്താലും അവരുടെ ഷേപ്പും സൈസും തിക്കനിങ്ങും പെർമനന്റ് ആയിരിക്കും. ആൻഡ് അത് വേരിയബിൾ അല്ല. പിന്നെ ദേ അണ്ടർഗോസ് സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ഡിഫറൻസിയേഷൻ. അവരുടെ ഫംഗ്ഷൻ ഒക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതായത് പെർട്ടിക്കുലർ ഫംഗ്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുന്നതായിട്ട് അവർ ഡിഫറൻഷിയേറ്റഡ് ആവും. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണലിനെ ഫിസിയോളജിക്കൽ എന്ന് പറയും. ഫിസിയോളജിക്കൽ, സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ഡിഫറൻസിയേഷൻ. ആൻഡ് ഡിഫറെന്റ് സെൽ ടൈപ്സ് ക്യാൻ ബി ഒബ്സർവ്ഡ്. എന്തുപോലെ? എപ്പിഡെർമിസ്, കോർട്ടെക്സ്, അല്ലെങ്കിൽ വാസ്കുലർ ടിഷ്യൂസ്. അങ്ങനത്തെ ഹൈലി സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ അവർക്ക് ഉണ്ടാവും. ഇത്രയാണ് എന്തിന്റെ രണ്ടിന്റെയും ഡിഫറൻസ്? മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെയും സെൽ ഇൻകേപ്പബിൾ ഓഫ് ഡിവിഷൻ വിച്ച് ഇസ് പെർമനന്റ് സെല്ലിന്റെയും ഡിഫറൻസസ്. ഇപ്പൊ 12th ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 13th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, a rubber band stretches and reverts back to its original position. Bubble gum stretches, but it would not return to its original position. Is there any difference between the two processes? Discuss it with respect to plant growth. ഒരു ഹിന്റും തന്നിട്ടുണ്ട്. ആ ഹിന്റിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ്. അപ്പോ ക്വസ്റ്റ്യൻ എന്താണ് മെയിൻ ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യുന്നു, ഇലാസ്റ്റിക് ആയതുകൊണ്ട്, ആൻഡ് ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നു. ബബിൾ ഗം സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒറിജിനൽ പൊസിഷനിലേക്ക് എന്ത് ചെയ്യുന്നില്ല? റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പൊ ഈ രണ്ട് പ്രോസസ്സിന്റെയും ഡിഫറൻസസ് മെയിൻലി എന്താണ്?
with respect to plant growth hormone. ക്വസ്റ്റ്യന് തന്നെ ഹിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിസിറ്റിനെ പറ്റിയാണ്. അപ്പൊ നമുക്കറിയാം പ്ലാന്റ്സിന് എന്ത് എബിലിറ്റി ഉണ്ട്? എബിലിറ്റി ടു ടേക്ക് ഡിഫറെന്റ് ഫോംസ് ആൻഡ് അഡാപ്റ്റ് ടു എക്സ്റ്റേണൽ എൻവയൺമെന്റ്. ഡിഫറെന്റ് ഫോംസ് അവർക്ക് അക്വയർ ചെയ്യാം ഇൻ റെസ്പോൺസ് ടു എൻവയൺമെന്റൽ കണ്ടീഷൻ. ഒന്ന് എൻവയൺമെന്റൽ കണ്ടീഷൻ വെച്ച്, സെക്കൻഡ് എന്താണ് ഡിഫറെന്റ് ഫേസസ് ഓഫ് ലൈഫ് വെച്ച്. ഡിഫറെന്റ് ഫേസസ് ഓഫ് ലൈഫ്. ഈ ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ഫിനോമിനൻ എങ്ങനെയാണ്? ഇറിവേഴ്സിബിൾ ആണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്ട്രെച്ചിങ് ഓഫ് ബബിൾ ഗം പോലെ. അപ്പോ അക്കോർഡിംഗ് ടു എൻവയൺമെന്റൽ കണ്ടീഷൻ ആൻഡ് ഡിഫറെന്റ് ഫേസ് ഓഫ് ലൈഫ് അവർക്ക് ഡിഫറെന്റ് ഫോംസ് അക്വയർ ചെയ്യാൻ പറ്റും. പക്ഷെ വാട്ട് എവർ ഹാസ് അക്വയർഡ് ഇസ് ഇറിവേഴ്സിബിൾ. ദേ കനോട്ട് ഗോ ബാക്ക് അല്ലെങ്കിൽ റിവേർട്ട് ടു ദി ഒറിജിനൽ ഫോം. ഇനി നമുക്കറിയാം പ്ലാന്റ്സിന് വേറൊരു എബിലിറ്റി ഉണ്ട്. എന്താണ്? എബിലിറ്റി ഓഫ് പ്രോട്ടോപ്ലാസം. അവരുടെ പ്രോട്ടോപ്ലാസം എന്താവും? വാട്ടർ സ്ട്രെസ്സിനനുസരിച്ച് ചേഞ്ചസ് ഇറ്റ്സ് വോളിയം. ആൻഡ് ഈ വോളിയം ചേഞ്ച് എങ്ങനെയാണ്? ഇറ്റ് ഇസ് ഡ്യൂ ടു ഇലാസ്റ്റിസിറ്റി നമുക്ക് പറയാം. കാരണം എന്താ? ഇറ്റ് ഇസ് റിവേഴ്സിബിൾ. ആൻഡ് വാട്ടർ ഇല്ലാണ്ടിരിക്കുമ്പോൾ എങ്ങനെയാവും? ഷ്രിങ്കേജ് നടക്കും. വാട്ടർ കൂടുതലാണ് അവൈലബിൾ എങ്കിൽ എങ്ങനെയാവും? അവര് ഇൻക്രീസ് ഇൻ എമൗണ്ട് ആവും. അപ്പോൾ ദിസ് ഇസ് എ റിവേഴ്സിബിൾ പ്രോസസ് ലൈക്ക് ദി സ്ട്രെച്ചിങ് ഓഫ് rubber band. Protoplasm changes its volume in response to water stress. ഇതെന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഇലാസ്റ്റിസിറ്റി. ആൻഡ് ഈ പ്രോസസ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്, ജസ്റ്റ് ലൈക്ക് സ്ട്രെച്ചിങ് ഓഫ് റബ്ബർ ബാൻഡ്. അപ്പൊ ഇവിടെ ലൈക്ക് എന്താണ്? എന്തെഴുതാം? ബബിൾ ഗം പോലെ. ആൻഡ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാണ് ഇത് ബ്രാക്കറ്റിൽ ഇട്ടത്. ഇവിടെ ലൈക്ക് റബ്ബർ ബാൻഡ്. അപ്പൊ ഈ രണ്ട് ഡിഫറൻസ് മെൻഷൻ ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഇൻ കേസ് പ്ലാസ്റ്റിസിറ്റി എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ എൻസിആർടി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഹെട്രോഫില്ലി ഇസ് എൻ എക്സാമ്പിൾ ഫോർ പ്ലാസ്റ്റിസിറ്റി. ഹെട്രോഫില്ലി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഫ് ഫോർമേഷൻ അക്കോർഡിംഗ് ടു ദി ഫേസസ് ഓഫ് ലൈഫ് ഇൻ വിച്ച് പ്ലാന്റ്സ് ആർ ഇൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ 13th ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ആവും. കോട്ടൺ, കൊറിയാൻഡർ, ലാക്സ്പർ. ഈ പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ചെറിയ ഏജ് കുറഞ്ഞ അവസ്ഥയിൽ ജുവനൈൽ പ്ലാന്റിന് അവരെങ്ങനെയാണ്? അവർക്ക് ഡിഫറെന്റ് ഷേപ്പ് ആയിരിക്കും ലീവ്സിന് ദാൻ കമ്പയർ ടു മെച്ചോർ പ്ലാന്റ്സ്. ഇപ്പൊ ജുവനൈലും മെച്ചോറിലും ഡിഫറെന്റ് ലീവ് ഷേപ്പ് അക്വയർ ചെയ്യുന്നു, വിച്ച് ഇസ് ഡ്യൂ ടു പ്ലാസ്റ്റിസിറ്റി. ദ ടേം കോൾഡ് ഹെട്രോഫില്ലി. ഇത്രയാണ് 13th ആൻസർ. 14th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അത് ലേബൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. This is which part of a dicot plant? If we remove part 1 from the plant, what will happen എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് തിങ് ലേബലിംഗ്. നമുക്ക് എന്ത് ലേബൽ ചെയ്യാൻ പറ്റും? ഈ 1 എന്ന് പറയുന്ന കുറച്ച് സബ്സ്റ്റൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ പോയിന്റ് എന്താണ്? ഇറ്റ് ഇസ് ദ അപ്പൈക്കൽ ഗ്രോയിങ് പോയിന്റ്. എന്തെന്ന് പറയാൻ പറ്റും? അപ്പൈക്കൽ ഗ്രോയിങ് പോയിന്റ് അല്ലെങ്കിൽ ഷൂട്ട് അപ്പൈക്കൽ മെറിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഇനി പാർട്ട് 2 എന്താണ്? ഈ പാർട്ട് എന്തായിരിക്കും? ഇറ്റ് ഇസ് ആക്സിലറി ബഡ്. ആൻഡ് തേർഡ് പാർട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ലീഫ് പ്രൈമോഡിയം. എൻസിആർടിയിലുള്ള ഡയഗ്രാം ആണ്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി വെക്കുക ഏതൊക്കെ പാർട്ട് ഏതൊക്കെയാണ്. പ്ലാന്റ് പാർട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് ഏത് പ്ലാന്റ് പാർട്ടാണെന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഇസ് എ ഗ്രോയിങ് ഷൂട്ട് അപ്പെക്സ്. ഗ്രോയിങ് ഷൂട്ട് അപ്പെക്സിന്റെ ഡയഗ്രാം ആണ് ചോദിച്ചിരിക്കുന്നത്. എൻസിആറിന്റെ താഴെ ഒരു ലേബലിംഗ് ഉണ്ടാവും. ആ ലേബലിംഗ് ആണ് എന്ത്? ഗ്രോയിങ് ഷൂട്ട് അപ്പെക്സിന്റെ ഡയഗ്രാം വിത്ത് ഇറ്റ്സ് പെർട്ടിക്കുലർ പ്ലാന്റ് പാർട്സ്. ഇനി ഇഫ് വി റിമൂവ് പാർട്ട് 1 എന്ന് പറയുന്നത് അപ്പൈക്കൽ ഗ്രോയിങ് പോയിന്റ് അല്ലെങ്കിൽ അപ്പെക്സ്, ഏറ്റവും അപ്പൈക്കൽ മോസ്റ്റ് ആയിട്ടുള്ള പോർഷൻ റിമൂവ് ചെയ്താൽ അല്ലെങ്കിൽ ഷൂട്ട് അപ്പെക്സ് റിമൂവ് ചെയ്താൽ എന്ത് പറ്റും? ഇറ്റ് ഹെൽപ്സ് ഇൻ ഓവർകമ്മിങ് അപ്പൈക്കൽ ഡോമിനൻസ്. റിമൂവൽ ഓഫ് ഷൂട്ട് അപ്പെക്സ് ഹെൽപ്സ് ടു ഓവർകം അപ്പൈക്കൽ ഡോമിനൻസ്. അപ്പൊ അപ്പൈക്കൽ ഡോമിനൻസ് ഓവർകം ചെയ്താൽ എങ്ങനെ എന്ത് പറ്റും? ദ ലേറ്ററൽ ബഡ്സിന്റെ ഗ്രോത്ത്, ലേറ്ററൽ ബഡ്സ് ഗ്രോ ഫാസ്റ്റർ, ഗിവിംഗ് എ ബുഷി അപ്പിയറൻസ്. ഇത് ഓൾറെഡി 3-4 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിന് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ജസ്റ്റ് ആൻസർ സിസ്റ്റമാറ്റിക്കലി എങ്ങനെ എഴുതും എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനി 15th ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ബോത്ത് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഗ്രോ
why do we say that growth and differentiation in plants is open and not so in animals? Does the statement hold true for sponges also എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സ്പോഞ്ചസ് ഏതിൽ വരുന്നതാണ്? കിങ്ഡം ആനിമേലിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോ ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്ത് ആണ് പ്ലാന്റ്സ് കാണിക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇന്നലത്തെ ക്ലാസ്സിൽ. എന്തുകൊണ്ടാണ്? 15th ക്വസ്റ്റ്യൻ, ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇൻഡിറ്റർമിനേറ്റ് ആണ് എന്ന് വെച്ചാൽ whole lifetime-ലേക്ക് they can divide and enlarge and grow continuously. And ഇത് ഓപ്പൺ ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഡ്യൂ ടു പ്രസൻസ് ഓഫ് മെറിസ്റ്റമാറ്റിക് സെൽ. മെറിസ്റ്റമാറ്റിക് സെല്ലിന്റെ പ്രസൻസ് കാരണം എന്താണ്? എപ്പോഴും ന്യൂ ഓർഗൻസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇൻ എനി കേസ് ഓൾഡ് ഓർഗൻസ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് റീപ്ലേസും നടന്നുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ഗ്രോയിങ് ആൻഡ് റീപ്ലേസിങ് ന്യൂ ടിഷ്യൂസ്. ആൻഡ് പ്ലാന്റ് ഗ്രോത്ത് ഇൻഡിറ്റർമിനേറ്റ് ആണെന്ന് പറഞ്ഞു, ഓപ്പൺ ആണെന്ന് പറഞ്ഞു. ഇനി തേർഡ് തിങ് എന്താണ്? പ്ലാന്റ് ഗ്രോത്ത് എന്തും കൂടിയാണ്? മോഡ്യുലാർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പ്ലാന്റ് ഗ്രോത്ത് ഇസ് മോഡ്യുലാർ ഫാഷൻ എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? ഗ്രോസ് ലോഞ്ചിറ്റ്യൂഡിനലി. ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രോത്ത് പറ്റും, ലേറ്ററൽ ഗ്രോത്ത് പറ്റും, ആൻഡ് ഓൾസോ ഇൻ ഗേർത്ത്. ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രോത്ത് എക്സിബിറ്റ് ചെയ്യുന്നു, ലേറ്ററൽ ഗ്രോത്ത് എക്സിബിറ്റ് ചെയ്യുന്നു, ആൻഡ് ഓൾസോ ഗ്രോസ് ഇൻ ഗേർത്ത്. അപ്പോ 3 ടേംസ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പഠിച്ചത്. ഏതൊക്കെ? ഇൻഡിറ്റർമിനേറ്റ്, ഓപ്പൺ ആൻഡ് മോഡ്യുലാർ. ഇനി പ്ലാന്റ് ഗ്രോത്ത് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. ആനിമൽസിന് എങ്ങനെയാണ്? ആനിമൽസിന് ഇങ്ങനെയല്ല. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ആനിമൽസ് കനോട്ട് ഫർദർ ഗ്രോ അല്ലെങ്കിൽ ഡിവൈഡ്. ഇനി സ്പോഞ്ചസിന്റെ കാര്യം ചോദിച്ചിരുന്നു. സ്പോഞ്ചസ് ഈ ആനിമൽസിന്റെ ജനറൽ ട്രെൻഡിന് എന്താണ്? ഇറ്റ് ഇസ് എൻ എക്സെപ്ഷൻ. കാരണം എന്താ? സ്പോഞ്ചസ് എക്സെപ്ഷൻ ആയതിന്റെ കാരണം എന്താ? ഇറ്റ് ഷോസ് ഓപ്പൺ ഗ്രോത്ത് ലൈക്ക് ആസ് ഇൻ പ്ലാന്റ്സ്. അതായത് അതിന്റെ ഈച്ച് സെൽ ക്യാൻ ഗിവ് റൈസ് ടു എ ന്യൂ ഇൻഡിവിജ്വൽ ആൻഡ് ദർ ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ ഇസ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദർ ലൈഫ് സൈക്കിൾ. അപ്പോ ഇതാണ് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പ്ലാന്റിന്റെ ഗ്രോത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, എങ്ങനെയൊക്കെയാണ് ഡ്യൂ ടു റീസൺസ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഓൾസോ ആനിമൽസിന്റെ ഗ്രോത്ത് ഡിഫറിംഗ് ആണ്. പക്ഷെ സ്പോഞ്ചസ് കമ്മിങ് അണ്ടർ ആനിമൽസ് എങ്ങനെയാണ്? ആനിമൽസിന്റെ ജനറൽ ട്രെൻഡിന് എക്സെപ്ഷൻ ആണ്. ദേ ഷോ ഓപ്പൺ ഗ്രോത്ത് and their body and their cell can give rise to an individual and the growth and differentiation എങ്ങനെയാണ്? throughout their life cycle നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിക്കോളാം. ആനിമൽസിന്റെ കേസിൽ ഗ്രോത്ത് എങ്ങനെയാണ്? ഡിറ്റർമിനേറ്റ് ആണ്. അതായത് ഫൈനൈറ്റ് പീരീഡിലേക്ക് മാത്രമേ അവര് ഗ്രോ ചെയ്യുള്ളൂ. ആനിമൽസിന്റെ ഗ്രോത്ത് ഡിറ്റർമിനേറ്റ് ആണ്. ദേ ഗ്രോ ടിൽ എ ഫൈനൈറ്റ് പീരീഡ്. അത് കഴിഞ്ഞ് അവർ മെച്ചോർ ചെയ്ത് സ്റ്റോപ്പ് ഗ്രോയിങ് എക്സ്റ്റേർണലി. ഇത്രയാണ് 15th ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 16th ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ പാർത്തനോകാർപ്പി. നെയിം ദി പ്ലാന്റ് ഹോർമോൺ യൂസ് ടു ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി. എന്താണ് പാർത്തനോകാർപ്പി എന്ന് പറയുന്ന പ്രോസസ്? എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. എന്താണ്? ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് ഫ്രൂട്ട് ഇസ് ഡെവലപ്പിംഗ്. നമുക്കറിയാം ഫെർട്ടിലൈസേഷന്റെ എൻ പ്രൊഡക്റ്റ് ആയിട്ടാണ് സീഡ് ഉണ്ടാവുന്നത്. സീഡിൽ നിന്നാണ് ജനറലി ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ ഫ്രൂട്ട് ഡെവലപ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഈ പ്രോസസ്സിനെയാണ് പാർത്തനോകാർപ്പി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും? അവര് സീഡ്ലെസ് ആയിരിക്കും. കാരണം സീഡ്സ് ആർ ദി എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. അപ്പോ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലെങ്കിൽ സീഡ് ഇല്ല. അപ്പൊ ദേ ആർ സീഡ്ലെസ് ഫ്രൂട്ട്സ്. ഇനി നമ്മൾക്ക് ആർട്ടിഫിഷ്യലി പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാൻ ഒരു പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ നമുക്ക് ഉപയോഗിക്കാം. ഏതാണ്? ആർട്ടിഫിഷ്യലി വി കൻ യൂസ് ഓക്സിൻ ആൻഡ് ഗിബറലിൻസ്. ആൻഡ് നമുക്ക് പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാം ഇൻ സർട്ടൻ പ്ലാന്റ്സ് ലൈക്ക് ഗ്രേപ്സ്, പപ്പായയിലൊക്കെ ഇത് ഓൾറെഡി പെർഫോം ചെയ്തിട്ടുള്ളതാണ് ടു പ്രൊഡ്യൂസ് സീഡ്ലെസ് വൺസ്. ഇങ്ങനെ ആലോചിക്കാം, സീഡ്ലെസ് ഗ്രേപ്സ് ആർ അവൈലബിൾ. നമുക്ക് എങ്ങനെ ആലോചിക്കാം? സീഡ്ലെസ് ഗ്രേപ്സ് അവൈലബിൾ ആണെങ്കിൽ they should be without fertilization with the help of auxin and gibberellin. ഇത്രയാണ് 16th ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 17th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന while eating watermelons all of us wish it was seedless. As a plant physiologist, can you suggest any method by which this can be achieved? ഇതും എങ്ങനെയാണ് എന്തിനാണ് ചോദിക്കുന്നത്? സെയിം ആൻസർ. പാർത്തനോകാർപ്പി എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? സീഡ്ലെസ് ഫ്രൂട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ നമുക്ക് ഓക്സിനും ഗിബറലിനും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സെയിം ക്വസ്റ്റ്യൻ ആണ്, ഡിഫറെന്റ് വേ ഓഫ് ആസ്കിങ് മാത്രം ഉണ്ടെന്നേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 ചോദിച്ചിരിക്കുന്നത് a gardener finds some broad leaved dicot weeds growing in his lawn. What can be done to get rid of the weeds efficiently? അപ്പോൾ
വീഡ്സിനെ റിമൂവ് ചെയ്യാൻ, ഗെറ്റിംഗ് റിഡ് ഓഫ് വീഡ്സ് നമുക്ക് എന്തുപയോഗിക്കാം? വി കൻ യൂസ് വീഡിസൈഡ്. വീഡിസൈഡിന്റെ മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ആണ് എന്ത്? 2,4-D. 2,4-D നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് മുമ്പിലത്തെ ക്വസ്റ്റ്യനില്. 2,4-ഡൈ ക്ലോറോഫിനോക്സി ബെൻസോയിക് ആസിഡ്. 2,4-D എന്താണ്? സിന്തറ്റിക് ഓക്സിന്റെ എക്സാമ്പിൾ വരുന്നതാണ്. അപ്പോൾ വീഡിസൈഡ് ആയതുകൊണ്ട് ഈ കെമിക്കൽ സ്പ്രേ ചെയ്യുമ്പോൾ എന്ത് പറ്റും? വിച്ച് ഇസ് എ സിന്തറ്റിക് ഓക്സിൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് റിഡ് ഓഫ് ദി വീഡ്സ് എഫിഷ്യന്റ്ലി. ആൻസർ ഈസിയാണ്, പക്ഷെ ഇതിന്റെ ഉത്തരം അറിഞ്ഞിരിക്കണം, ഈ ഫാക്ട് അറിഞ്ഞിരിക്കണം. ഇനി 19th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഓൺ ജെർമിനേഷൻ എ സീഡ് ഫസ്റ്റ് പ്രൊഡ്യൂസസ് ഷൂട്ട് വിത്ത് ലീവ്സ്, ഫ്ലവേഴ്സ് അപ്പിയർ ലേറ്റർ. വൈ ഡു യു തിങ്ക് ദിസ് ഹാപ്പൻസ്? ഹൗ ഇസ് ദിസ് അഡ്വാൻറ്റേജസ് ടു ദി പ്ലാന്റ്? അപ്പൊ സീഡില് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഷൂട്ട് വിത്ത് ലീവ്സ്. അത് കഴിഞ്ഞിട്ടാണ് ഫ്ലവേഴ്സ് അപ്പിയർ ചെയ്യുന്നത്. വൈ ഡു യു തിങ്ക് ദിസ് ഹാപ്പൻസ്? എന്താണ്? നമുക്കറിയാം സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ജെർമിനേഷൻ ഓഫ് സീഡ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പ്ലാന്റ് ആക്ച്വലി എന്താവും? ഒരു വെജിറ്റേറ്റീവ് ഗ്രോത്ത് പീരീഡിലേക്കാണ് പോകുന്നത്. ആൻഡ് ഈ പീരീഡിൽ എന്താണ്? നമുക്കറിയാം ഡിഫറെന്റ് ലൈറ്റ് എക്സ്പോഷർ വെച്ച് ലൈറ്റിന്റെ സ്റ്റിമുലസ് പ്ലാന്റ് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു അല്ലെങ്കിൽ ടേക്കപ്പ് ചെയ്യുന്നു. ആൻഡ് ഈ ലൈറ്റ് സ്റ്റിമുലസ് വെച്ച് ഈ വെജിറ്റേറ്റീവ് ഗ്രോത്ത് പീരീഡിലാണ് അവര് ഒരു പ്രത്യേക തരം ഫ്ലവറിംഗ് ഹോർമോൺ ഉണ്ടാക്കുന്നത്, വിച്ച് ഇസ് ഫ്ലോറിജൻ. ആൻഡ് ഈ ഹോർമോണിന്റെ സഹായത്തിലാണ് അവർ എന്തുണ്ടാവുന്നത്? ഫ്ലവറിംഗ് അണ്ടർഗോ ചെയ്യുന്നത്. അപ്പോ ആദ്യം സീഡ് ജെർമിനേഷൻ നടക്കുന്നു. സീഡ് ജെർമിനേഷൻ നടക്കുമ്പോൾ ദേ ആർ ഇൻ എ വെജിറ്റേറ്റീവ് ഗ്രോത്ത് പീരിയഡ്. ആൻഡ് ഈ വെജിറ്റേറ്റീവ് ഗ്രോത്ത് പീരിയഡിൽ അവരെന്ത് ചെയ്യുന്നു? ദേ ടേക്കപ്പ് ലൈറ്റ് സ്റ്റിമുലസ്. ലൈറ്റ് സ്റ്റിമുലസ് അവരെടുക്കുന്നു. ഇത് ഇന്നലെയും ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യനിൽ വന്നിരുന്നു. ആൻഡ് ഈ ലൈറ്റ് സ്റ്റിമുലസിനെ ഉപയോഗിച്ച് അവര് ഡിഫറെന്റ് ഫോട്ടോ പീരിയോഡിസം കാണിച്ച് എക്സ്പോഷറിന് റിസൾട്ട് ആയിട്ട്, ലൈറ്റ് എക്സ്പോഷറിന് റിസൾട്ട് ആയിട്ട് അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഫ്ലോറിജൻ എന്ന് പറയുന്ന കെമിക്കൽ ഇസ് സിന്തസൈസ്ഡ്, വിച്ച് ഇസ് എ ഫ്ലവറിംഗ് ഹോർമോൺ. ഫ്ലവറിംഗ് ഹോർമോൺ ആയതുകൊണ്ട് ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്തു? ഫ്ലവറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നു. റിസൾട്ട്സ് ഇൻ ഫ്ലവറിംഗ്. അപ്പൊ ഈ നമുക്കറിയാം ഹൗ ഇസ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ടു ദി പ്ലാന്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സീഡ് ജെർമിനേഷനിലെ ഈ വെജിറ്റേറ്റീവ് ഗ്രോത്ത് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റർവൽ പോലെയാണ് ഫോർ ദി പ്ലാന്റ്സ്. അപ്പൊ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് ദ പ്ലാന്റ് ടു bear the reproductive structures. Reproductive structures like in the flower, fruits and seeds bear ചെയ്യാൻ അവർക്ക് preparation time കൊടുക്കുന്നു. And also it helps to grow, mature and reproduce. And helps in growth, maturation and reproduction. ഇത്രയാണ് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 19th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സീഡ് ജെർമിനേഷന്റെ സമയത്ത് വെജിറ്റേറ്റീവ് ഗ്രോത്ത് പീരീഡ് ആവുന്നു പ്ലാന്റ്സിന്റെ. ആ സമയത്ത് അവർ എന്ത് ചെയ്യുന്നു? ലൈറ്റ് സ്റ്റിമുലസ് അക്സെപ്റ്റ് ചെയ്യുന്നു, ഫ്ലോറിജൻ എന്ന് പറയുന്ന ഹോർമോൺ സിന്തസൈസ് ചെയ്യുന്നു. ആൻഡ് അവർക്ക് സഫിഷ്യന്റ് ടൈം കിട്ടുന്നു ടു റീച്ച് മെച്യൂരിറ്റി. ആൻഡ് ഹെൻസ് ദേ ഫ്ലവർ. ഇനി 20th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം ഗ്രോത്ത് ഇസ് ഒബ്സർവ്ഡ് ഇൻ ഡാഷ് ഫേസ്. ഏതാണ്? ഇത് ഓൾറെഡി 2 പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്. ലോഗ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസിലാണ് മാക്സിമം ഗ്രോത്ത് കാണുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അപ്പൈക്കൽ ഡോമിനൻസ് ഡ്യൂ ടു ഡാഷ്. ഏതാണ് അപ്പൈക്കൽ ഡോമിനൻസ് ഡ്യൂ ടു? ഓക്സിൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഡാഷ് ഹോർമോൺസ് ഇനീഷ്യേറ്റ് റൂട്ടിംഗ്. ഏത് ഹോർമോൺ ആണ്? ഓക്സിൻ തന്നെയാണ് റൂട്ടിങ്ങും ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. പിഗ്മെന്റ് ഇൻവോൾവ് ഇൻ ഫോട്ടോ പെർസെപ്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഏത് പിഗ്മെന്റ് ആണ്? ഫൈറ്റോക്രോം. ഇത് ഇതുവരെ കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. NCERT അധികം കൊടുക്കാത്ത, നോട്ടീസബിൾ അല്ലാത്തൊരു പോയിന്റ് ആണ്. ഇത് നോട്ട് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. NCERT സോൾവ് ചെയ്യാണ്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പോയി കണ്ടാൽ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയരുത്, കാരണം എക്സാമ്പിളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യന്റെ തേർഡ് ക്വസ്റ്റ്യൻ നെയിം ദി ഫോളോയിങ് ആണ്. അത് ഫസ്റ്റ് ചെയ്യും. അപ്പൊ നെയിം ദി ഫോളോയിങ്ങിൽ ഫസ്റ്റ് ചോദിച്ചത് ഗേഷ്യസ് ആയിട്ടുള്ള ഹോർമോൺ ഏതാണ്? നമ്മൾ പഠിച്ച ഗേഷ്യസ് ആയിട്ടുള്ള ഹോർമോൺ ആണ് എഥിലീൻ. ഇനി വാട്ട് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോട്രോപ്പിസം? അത് നമ്മൾ കണ്ടാണ് ചാൾസ് ഡാർവിനും ഫ്രാൻസിസ് ഡാർവിനും ചെയ്ത എക്സ്പെരിമെന്റും കർവേച്ചർ എങ്ങനെയാണ് അവർ ഡിറ്റർമിൻ ചെയ്തതെന്നും. അത് ഏതിലായിരുന്നു? ഓക്സിൻ. ഇനി ഇൻഡ്യൂസസ് ഫീമെയിൽനെസ് ഇൻ ഫ്ലവേഴ്സ് ഓഫ് ക്യൂക്കംബർ. ഇതൊരു ക്വസ്റ്റ്യനും കണ്ടതാണ്, ഡിസ്കസും ചെയ്താണ്, വിച്ച് ഇസ് ഓൾസോ
എത്തിലീൻ. ഇനി വീഡിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ ഓക്സിൻ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡ്യൂസസ് ഫ്ലവറിംഗ് ഇൻ ലോങ് ഡേ പ്ലാന്റ്സ്. ഏതാണ്? ലോങ് ഡേ പ്ലാന്റ്സിന് ഫ്ലവറിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് ഗിബറലിൻ. നെയിം ദി ഫോളോയിങ്. completed. Ini second question, it is known that some varieties of wheat are sown in autumn but are harvested around next midsummer. What could be the possible reason for this? എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം പ്ലാന്റ്സിന് ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. വിന്റർ വെറൈറ്റീസും സ്പ്രിംഗ് വെറൈറ്റീസും പറയും. ഇനി ഇതില് വിന്റർ വെറൈറ്റീസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? വിന്റർ വെറൈറ്റീസ് നമ്മള് സ്പ്രിങ്ങില് അവരെ പ്ലാന്റ് ചെയ്താൽ അവരെന്ത് ചെയ്യും? ദേ ഫെയിൽ ടു ഫ്ലവർ, അല്ലെങ്കിൽ അവർ മെച്ചോർ ഗ്രെയിൻ ഉണ്ടാക്കാൻ എന്താണ് ചെറിയ സ്പാനിൽ അവർക്ക് പറ്റില്ല. അപ്പോ അവരെന്ത് ചെയ്യും? വിന്റർ വെറൈറ്റീസ് ആർ സോൺ ഇൻ അല്ലെങ്കിൽ പ്ലാന്റഡ് ഇൻ ഏത് സീസൺ? ഓട്ടം സീസൺ. അപ്പൊ അവരെന്ത് ചെയ്യും? പതുക്കെ ജെർമിനേറ്റ് ചെയ്യും. ആൻഡ് ഓവർ വിന്റർ ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്തും? ഓവർ വിന്റർ ദേ പ്രൊഡ്യൂസ് സ്മോൾ സീഡ്ലിങ്സ്. അവർ ചെറിയ സീഡ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദേ കണ്ടിന്യൂ ഗ്രോത്ത് ഇൻ ദി സ്പ്രിംഗ്. റെസ്യൂം ഗ്രോത്ത് ഇൻ ദി സ്പ്രിംഗ്. ആൻഡ് എപ്പോ ഹാർവെസ്റ്റ് ചെയ്യും? ഹാർവെസ്റ്റഡ് അറ്റ് അറൌണ്ട് മിഡ് സമ്മർ. ഇതാണ് ചോദിച്ചിരിക്കുന്നതിന്റെ റീസൺ. ഇനി വാട്ട് ടേം ഇസ് യൂസ്ഡ് ഫോർ ദിസ് പ്രൊമോഷൻ ഓഫ് ഫ്ലവറിംഗ് അണ്ടർ ലോ ടെമ്പറേച്ചർ? ലോ ടെമ്പറേച്ചറിൽ ഫ്ലവറിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെർണലൈസേഷൻ. ഇനി ഇങ്ങനെ ലോ ടെമ്പറേച്ചർ കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്ലാന്റ് ഹോർമോൺ വെച്ചാണ് നമ്മൾ സെയിം റിസൾട്ട് എടുക്കുന്നത്? വിത്ത് ഹെൽപ്പ് ഓഫ് ഗിബറലിൻ. ഇത്രയാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? Some varieties of wheat are known as spring wheat, while others are called as winter wheat. Former varieties sown and planted in spring and is harvested by the end of the same season. However, winter varieties, if planted in spring, fail to flower or produce mature grains within a span of a flowering season. Explain why എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ചില ഇങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഫുഡ് പ്ലാന്റ്സ് ഉണ്ട്. അവരെങ്ങനെയാണ് നമ്മൾ അക്കോർഡിംഗ് ടു ദി നമ്മൾ സമ്മർ ആണോ വിന്റർ ആണോ എന്ന് പറയുന്ന ക്ലൈമറ്റ് കൺസിഡറേഷൻ വെച്ചാണ് നമ്മൾ സോ ചെയ്യുന്നതും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതും. അപ്പോ എന്ത് പറ്റുന്നു? ചില ആനുവൽ ഫുഡ് പ്ലാന്റ്സ് ലൈക്ക് നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന പോലെ വീറ്റ് പോലെയുള്ള പ്ലാന്റ്സ് എങ്ങനെയാണ് ആനുവലില്, അതായത് 1 ഇയറിൽ ഒരു പ്രാവശ്യം പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോ ഈ പ്ലാന്റ്സ് എന്ത് പറ്റും? അൺലെസ് ദേ എക്സ്പീരിയൻസ് എ ലോ ടെമ്പറേച്ചർ, അൺലെസ് ദേ എക്സ്പീരിയൻസ് low temperature, they fail to flower. അപ്പൊ അവർക്ക് എന്താണ്? എക്സ്പോഷർ ടു ലോ ടെമ്പറേച്ചർ ഇസ് നെസസറി ഫോർ ദർ ഫ്ലവറിംഗ്. അപ്പോ എന്ത് ചെയ്തു? വാം പീരിയഡിലേക്ക്, അതായത് ഹൈ ടെമ്പറേച്ചർ ആവുന്ന പീരിയഡിലേക്ക് ദേ റിമെയിൻ വെജിറ്റേറ്റീവ്. അതായത് ഫോർ എക്സാമ്പിൾ സ്പ്രിംഗില് വാം ആണ് പീരിയഡ്, അപ്പോ ദേ റിമെയിൻ വെജിറ്റേറ്റീവ്. ആൻഡ് അവര് ഫർദർ ഗ്രോ ചെയ്ത് അവരെന്ത് ചെയ്യും? ഇൻ വിന്റർ ആവുമ്പോഴത്തേക്ക് അവർക്ക് ലോ ടെമ്പറേച്ചർ കിട്ടുന്നു. ആ ലോ ടെമ്പറേച്ചർ കിട്ടുമ്പോൾ ദേ ബെയർ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പോ ഈ വിന്ററിലെ ലോ ടെമ്പറേച്ചർ എന്തിനെ ഹെൽപ്പ് ചെയ്തു? ദേ പ്രിവെന്റ് പ്രിക്കോഷ്യസ് റീപ്രൊഡക്റ്റീവ് ഡെവലപ്മെന്റ് ഇൻ ഓട്ടം. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാം? ദ പ്ലാന്റിന് നമുക്ക് വെജിറ്റേറ്റീവ് മെച്ചോറിറ്റി കിട്ടും ബിഫോർ ദി റീപ്രൊഡക്റ്റീവ് ഫേസ്. അപ്പൊ വാട്ട് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇസ് അറ്റൈനിങ് വെജിറ്റേറ്റീവ് മെച്ചോറിറ്റി ബിഫോർ റീപ്രൊഡക്റ്റീവ് ഫേസ്. അപ്പൊ അതിനുള്ള ടൈം പീരീഡ് നമ്മൾ അലൗ ചെയ്ത് കൊടുക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സ്പ്രിംഗ് വെറൈറ്റീസിന് നമ്മൾ സ്പ്രിംഗില് സോ ചെയ്യുന്നു അല്ലെങ്കിൽ പ്ലാന്റ് ചെയ്യുന്നു. അവർ ഫ്ലവർ ചെയ്യുന്നു, ബെയർ ഫ്രൂട്ട്സ് പ്രയർ ടു ദി അടുത്ത ഗ്രോയിങ് സീസണിന്റെ മുമ്പിൽ തന്നെ. ആൻഡ് വിന്റർ വെറൈറ്റീസ് നമ്മൾ സ്പ്രിംഗിൽ കൊടുത്താൽ ദേ ഫെയിൽ ടു ഫ്ലവർ. കാരണം എന്താ? അവർക്ക് ദേ കനോട്ട് പെർസീവ് ലോ ടെമ്പറേച്ചർ ഓഫ് വിന്റേഴ്സ്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവര് സീസൺ അനുസരിച്ച് അവര് സോ ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി, വിന്റർ വെറൈറ്റീസ് നമ്മൾ ഓട്ടമിൽ സോ ചെയ്യുന്നു, ജെർമിനേറ്റ് ചെയ്യുന്നു. അറൌണ്ട് വിന്റർ ആകുമ്പോഴത്തേക്ക് അവർക്ക് ലോ ടെമ്പറേച്ചർ കിട്ടുമ്പോൾ അവർ സ്മോൾ സീഡ്ലിംഗ് പ്രൊഡക്ഷൻ ചെയ്യുന്നു, റെസ്യൂം ദർ ഗ്രോത്ത് ഇൻ സ്പ്രിംഗ് ആൻഡ് ഫൈനലി മിഡ് സമ്മർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാവുന്ന രീതിയിലാവും. ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഇതോടെ നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ എന്താ ചെയ്തു? പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇസ് കംപ്ലീറ്റഡ്.
ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് ഇന്നത്തെ സെഷൻ. താങ്ക് യു.